ഗുഡ് ഈവനിംഗ്, സ്വാഗതം. ന്യൂസ് ട്രാക്ക് 1710 ന്യൂസ് ട്രാക്ക് 1710 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എനിക്ക് തോന്നുന്നു വിജയകുമാർ, ഇന്ന് സുപ്രധാനമായ സുപ്രീം കോടതി വിധി അയോധ്യ തർക്കഭൂമി കേസിൽ വന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഇന്ന് എല്ലാ വാർത്തകളും പ്രതികരണങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ ഊന്നിയാണ് അല്ലേ? ഇന്ന് എനിക്ക് തോന്നുന്നത് രാവിലെ 9 മണി മുതൽ നമ്മൾ അയോധ്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരമായി പിന്തുടരുകയായിരുന്നു. അത് പ്രതികരണങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങൾ. വളരെ പക്വതയോടുകൂടി ഈ വിധിയെ എല്ലാവരും നോക്കിക്കണ്ടു എന്നതാണ് അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ വൈകുന്നേരം പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. കൂടുതൽ പ്രതികരണങ്ങൾ ഇനിയും വരാനുണ്ട്. രാജ്യം വളരെ കരുതലോടുകൂടി, ജാഗ്രതയോടുകൂടി ഇപ്പോഴും തുടരുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ശക്തമാണ്. എവിടെ നിന്നും ഏതെങ്കിലും തരത്തിൽ ആശങ്ക ജനിപ്പിക്കുന്ന വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. സമാധാനത്തോടെ പക്വതയോടുകൂടി ഈ വിധിയെ രാജ്യം കേട്ടിരിക്കുന്നു, വിലയിരുത്തുന്നു, പ്രതികരിക്കുന്നു. അതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. ശരി, ചരിത്രവിധി വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയമാണ് ന്യൂസ് ട്രാക്ക് 1710 ഇന്ന് പരിശോധിക്കുക. സ്വാഗതം എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂസ് ട്രാക്ക് 1710ലേക്ക്. ആദ്യം നോക്കാം ഹെഡ്ലൈൻസ്. അയോധ്യ തർക്കഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീം കോടതി അനുമതി. പള്ളി നിർമ്മിക്കാൻ 5 ഏക്കർ സർക്കാർ കണ്ടെത്തി നൽകണം. തർക്കഭൂമിയുടെ ഉടമസ്ഥാവകാശം ട്രസ്റ്റിന് കൈമാറണമെന്നും ഉത്തരവ്. നിർമോഹി അഖാട്ടയ്ക്കും പങ്കാളിത്തം അനുവദിച്ചു. തുല്യതയും മതേതരത്വവും ഉറപ്പുവരുത്തിയെന്ന് ചീഫ് ജസ്റ്റിസ്. വിശ്വാസാടിസ്ഥാനത്തിൽ മാത്രം വിധി പറയാൻ കഴിയില്ല. അയോധ്യ വിധിയെ രാജ്യം സ്വീകരിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുനഃപരിശോധനാ ഹർജി നൽകില്ലെന്ന് സുന്നി വഖഫ് ബോർഡ്. വിധിയെ ബഹുമാനിക്കുമ്പോഴും വിയോജിപ്പുകളുണ്ടെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. ആരുടെയും ജയമോ പരാജയമോ അല്ലെന്ന് RSS. വിധി സ്വാഗതാർഹമെന്ന് കോൺഗ്രസ്. നിയമപരമായ തീർപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അയോധ്യ വിധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യമെങ്ങും കനത്ത സുരക്ഷാ വലയത്തിൽ അയോധ്യ. കേരളത്തിലും സുരക്ഷ ശക്തം. ദിവസങ്ങളായി അയോധ്യയിൽ കനത്ത സുരക്ഷയാണ് പോലീസും അർദ്ധസൈനിക വിഭാഗവും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡിസംബർ അവസാനം വരെ ഈ വിധത്തിൽ അയോധ്യയിലെ സുരക്ഷാ സംവിധാനങ്ങൾ തുടരുകയും ചെയ്യും. തത്സമയ വിവരങ്ങളുമായി 24 സംഘം അയോധ്യയിൽ. കർത്താർപൂർ ഇടനാഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് തുറന്നു നൽകി. ഇന്ത്യൻ തീർത്ഥാടകരുടെ വികാരത്തെ മാനിച്ച ഇമ്രാൻഖാന് നന്ദി പറയുന്നുവെന്ന് പ്രധാനമന്ത്രി. ഗുരുദ്വാരയിലേക്ക് തീർത്ഥാടക പ്രവാഹം. ശാന്തൻപാറ റിജോഷ് വധക്കേസ് പ്രതികളെ മുംബൈയിൽ വിഷമുള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തി. പ്രതി വസീമും റിജോഷിന്റെ ഭാര്യ ലിജിയും ഗുരുതരാവസ്ഥയിൽ. ലിജിയുടെ 2.5 വയസ്സ് പ്രായമുള്ള കുട്ടി മരിച്ചു. മഞ്ചിക്കണ്ടി ഏറ്റുമുട്ടലിനിടെ രക്ഷപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് ദീപക് പിടിയിൽ. തമിഴ്നാട് പ്രത്യേക സേനയുടെ പിടിയിലായത് അട്ടപ്പാടി ആനക്കട്ടി വനമേഖലയിൽ വെച്ച്. DNA പരിശോധന വേണമെന്ന ആവശ്യവുമായി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ. കേരളം സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ ഫൈനൽ റൗണ്ടിൽ. ദക്ഷിണമേഖല യോഗ്യതാ മത്സരത്തിൽ തമിഴ്നാടിന് എതിരില്ലാത്ത 6 ഗോളിന് തോൽപ്പിച്ചു. ജിതിൻ MS ഇരട്ട ഗോൾ. അയോധ്യ തർക്കഭൂമിയിൽ ഇനി രാമക്ഷേത്രം. ഏഴ് പതിറ്റാണ്ട് നീണ്ട അയോധ്യ കേസിൽ സുപ്രീം കോടതിയുടെ ചരിത്രവിധി. തർക്കഭൂമി ക്ഷേത്രത്തിന് നൽകും. മുസ്ലിങ്ങൾക്ക് അയോധ്യയിൽ തന്നെ പള്ളി നിർമ്മിക്കാൻ 5 ഏക്കർ ഭൂമി നൽകാനും സുപ്രീം കോടതി ഐകകണ്ഠേന വിധിച്ചു. 3 മാസത്തിനുള്ളിൽ ഇതിനായി കേന്ദ്രം പദ്ധതി തയ്യാറാക്കണം. രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്
ജഡ്ജിമാരായ എസ് എ ബോബ്ഡെ, DY ചന്ദ്രചൂഡ്, അശോക് ഭൂഷൺ, എസ് അബ്ദുൽ നസീർ എന്നിവരടങ്ങുന്ന ബെഞ്ച് 40 മിനിറ്റ് നീണ്ട വിധി പ്രസ്താവം തുടങ്ങിയത്. സുന്നി വഖഫ് ബോർഡിന് ഭൂമിയുടെ കൈവശാവകാശം തെളിയിക്കാനായില്ല. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അവകാശം തീരുമാനിക്കാനാവില്ലെന്നും ഇതിന് രേഖ ആവശ്യമാണെന്നും കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലുകൾക്ക് ആധികാരികതയുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ബാബറി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് ഒഴിഞ്ഞ സ്ഥലത്തായിരുന്നില്ല, മറ്റൊരു നിർമ്മിതിയുടെ മുകളിലായിരുന്നു. എന്നാൽ പള്ളി പണിതത് ക്ഷേത്രം തകർത്തിട്ടാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തർക്കസ്ഥലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആരാധന നിർവഹിച്ചിരുന്നുവെന്ന് ഇരുവിഭാഗങ്ങളിലെയും ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയതായും കോടതി നിരീക്ഷിച്ചു. തർക്കപ്രദേശത്ത് രാമൻ ജനിച്ചതെന്ന ഹിന്ദുവിശ്വാസം ചൂണ്ടിക്കാട്ടിയ കോടതി തർക്കസ്ഥലം ക്ഷേത്രം നിർമ്മിക്കാൻ വിട്ടുനൽകണമെന്ന് വിധിച്ചു. എന്നാൽ 1949 പള്ളിക്കുള്ളിൽ വിഗ്രഹങ്ങൾ കൊണ്ടുവയ്ക്കുകയും 1992 ബാബറി മസ്ജിദ് തകർക്കുകയും ചെയ്ത സംഭവങ്ങൾ നിയമവിരുദ്ധമായിരുന്നു. ഇത് സുപ്രീംകോടതി വിധി അട്ടിമറിച്ചുകൊണ്ടായിരുന്നുവെന്നും കോടതി വ്യക്തമാക്കി. ഇതിന് പരിഹാരമായി തർക്കഭൂമിക്ക് പുറത്ത് മുസ്ലിങ്ങൾക്ക് പള്ളി നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ സ്ഥലമേറ്റെടുത്തു നൽകണമെന്നും കോടതി വിധിച്ചു. തർക്കഭൂമിയായ 2.77 ഏക്കർ സ്ഥലം 3ആയി വിഭജിക്കുന്ന അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി സുപ്രീംകോടതി തള്ളി. നിർമോഹി അഖാഡയുടെ ഹർജികൾ തള്ളിയ കോടതി സുന്നി വഖഫ് ബോർഡിന്റെയും രാംലല്ല വിരാജ്മാന്റെയും ഹർജികളിലാണ് വിധി പറഞ്ഞത്. നിർമോഹി അഖാഡയ്ക്ക് നടത്തിപ്പിന്റെ ചുമതല മാത്രമാണുള്ളതെന്ന് കോടതി പറഞ്ഞു. അവർക്ക് പുരോഹിത വൃത്തിക്കുള്ള അവകാശമില്ല. എന്നാൽ ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ അവർക്ക് അർഹമായ പരിഗണന നൽകണമെന്നും കോടതി വിധിച്ചു. 134 വർഷത്തെ നിയമയുദ്ധത്തിനാണ് സുപ്രീം കോടതി അന്തിമ തീർപ്പ് കൽപ്പിച്ചത്. അതും ഭരണഘടനയുടെ സവിശേഷ അധികാരം പ്രയോഗിച്ച്. ക്യാമറാമാൻ മോഹൻകുമാറിനൊപ്പം MB പ്രദീപ് കുമാർ, 24 ഡൽഹി. അയോധ്യ കേസിലെ സുപ്രീം കോടതി വിധി രാജ്യം സ്വീകരിച്ചു കഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദശാബ്ദങ്ങൾ പഴക്കമുള്ള തർക്കം ഇതോടെ അവസാനിച്ചു. വിധി രാജ്യം അംഗീകരിച്ചു. സുപ്രീം കോടതി കാട്ടിയത് വലിയ ഇച്ഛാശക്തിയാണ്. ഇന്ത്യൻ ജുഡീഷ്യറി ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് ഇതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. फैसला आने के बाद जिस प्रकार हर वर्ग ने, हर समुदाय ने, हर पंथ के लोगों ने, पूरे देश ने खुले दिल से इसे स्वीकार किया है, वो भारत की पुरातन संस्कृति, परंपराओं और सद्भाव की भावना को प्रतिबिंबित करता है. ന്യൂസ് ട്രാക്ക് 1710-ൽ 2 അതിഥികൾ ചേരുന്നു. സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വന്നിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ വിധിയുടെ സാഹചര്യങ്ങളെ പരിശോധിക്കാൻ, അതോടൊപ്പം തന്നെ ഈ വിധി എത്രമാത്രം നിർണായകമാണ് തുടങ്ങിയ കാര്യങ്ങളിലുള്ള നിരീക്ഷണങ്ങൾ കൂടി അതിഥികൾ നടത്തും. CPIM നേതാവ് ശ്രീ MB രാജേഷ്, ഒപ്പം തന്നെ KVS ഹരിദാസ്, മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ശ്രീ KVS ഹരിദാസും നമ്മളോടൊപ്പമുണ്ട്. ശ്രീ MB രാജേഷ്, ഈ നീതി ഉറപ്പാക്കുന്ന ഇരുവിഭാഗങ്ങൾക്കും തൃപ്തി നൽകുന്ന ഒരു ചരിത്രവിധിയായി താങ്കൾ അയോധ്യ തർക്കഭൂമി കേസിലെ സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിയെ പരിഗണിക്കുമോ? ഇന്നത്തെ സുപ്രീം കോടതി വിധി ഏറെക്കാലമായി, ഏറെ വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന ഒരു തർക്കം, വലിയ തോതിലുള്ള സംഘർഷത്തിന്, രക്തച്ചൊരിച്ചിലിന്, രാഷ്ട്രീയ മുതലെടുപ്പിനൊക്കെ വർഗീയ ശക്തികൾ ഉപയോഗിച്ച ഒരു തർക്കം പരിഹരിക്കുന്നതിനുള്ള വിധിയാണ് സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ പരമോന്നതമായ നീതിപീഠത്തിൻ്റെ വിധി മാനിക്കപ്പെടേണ്ടതാണ്. എന്നാൽ അതേസമയം വിധിയുടെ ആധാരമായ ചില കാര്യങ്ങൾ, കോടതി അതിനാധാരമായി കണ്ടിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഭിന്നാഭിപ്രായങ്ങൾ ഇതെല്ലാം തീർച്ചയായിട്ടും ഉയർന്നു വരുന്നുമുണ്ട്. പക്ഷേ അതെന്തോ ആവട്ടെ, പരമോന്നത നീതിപീഠം ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ വിധിയുടെ സത്ത എന്നത് ഇത്രയും കാലമായിട്ട് നിലനിന്ന ഒരു തർക്കം, ഏറെ വർഗീയ മുതലെടുപ്പിന് ഇടയാക്കിയൊരു തർക്കം പരിഹരിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ വിധി, ആ തീർപ്പ് പൊതുവിൽ മാനിക്കപ്പെടേണ്ടതാണ്. ഒപ്പം കൂടുതൽ സംഘർഷങ്ങൾ, വർഗീയമായിട്ടുള്ള മുതലെടുപ്പ് ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഈ സുപ്രീം കോടതി വിധിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, 1949 ഡിസംബർ 22 അർദ്ധരാത്രി ഒരു സംഘം ആളുകൾ ഈ ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് കടന്നു കയറി രാംലല്ല സ്ഥാപിച്ചത്, രാമവിഗ്രഹങ്ങൾ അവിടെ കൊണ്ടുപോയി ബലമായി സ്ഥാപിച്ചത് തെറ്റാണ് എന്ന് ഈ കോടതി വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്ത നടപടി അങ്ങേയറ്റം നിയമവിരുദ്ധമാണ് എന്നും സുപ്രീം കോടതിയുടെ
ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടുള്ള നടപടിയാണ്, നിയമവിരുദ്ധമായ നടപടിയാണ് എന്നും ഈ കോടതി വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിയമവിരുദ്ധമായിട്ടുള്ള നടപടി സംബന്ധിച്ച കേസ്, ബാബറി മസ്ജിദ് തകർത്ത കേസ് എത്രയും വേഗത്തിൽ തീർപ്പാക്കുകയും അങ്ങനെ അക്കാര്യത്തിൽ നീതി നടപ്പാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പരാമർശം ഈ കോടതി വിധിയിലുള്ളത് 1991 ആരാധനാലയ നിയമം, പ്ലേസസ് ഓഫ് റിലീജിയസ് വർഷിപ്പ് ആക്ട്, അതിനെ കോടതി അഭിനന്ദിക്കുകയും ശ്ലാഘിക്കുകയും ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ഇനി കൂടുതൽ തർക്കങ്ങൾ ഉയർന്നു വരാൻ പാടില്ല, ആ വിധി നടപ്പാക്കണം എന്നത് ഈ സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. ആരാധനാലയ നിയമം കർശനമായിട്ട് നടപ്പാക്കുക, ഇനി ഇത്തരം തർക്കങ്ങൾ ഭാവിയിൽ ഉയർന്നു വരാതിരിക്കാൻ എന്നത് ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വളരെ കർശനമായി നടപ്പാക്കേണ്ടതാണ് എന്ന് CPIM കരുതുന്നു. ശ്രീ KVS ഹരിദാസ്, ഇപ്പോൾ നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു തർക്കം, ഒരു സിവിൽ വ്യവഹാരം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിൽ വളരെ നിർണായക സ്വാധീനം ചെലുത്തിയ ഒരു സിവിൽ തർക്കമാണ് അയോധ്യയിൽ നടന്നത്. അതിന് ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ അത് ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയുമോ? അല്ല, തീർച്ചയായിട്ടും വിജയൻ, എനിക്ക് തോന്നുന്നു ഇതൊരു ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ ഒരു വലിയ പ്രധാനപ്പെട്ട അധ്യായം എന്നതിനുപരി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നിർണായകമായിട്ടുള്ള സുവർണ ലിപികൾ എഴുതപ്പെടേണ്ടുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ശ്രീരാമൻ ജനിച്ച അയോധ്യയിൽ, രാമജന്മഭൂമിയിൽ ഒരു മഹാക്ഷേത്രം ഉണ്ടായിരുന്നു എന്നത് എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്. അത് തകർക്കപ്പെട്ടിരുന്നു എന്നുള്ള ചരിത്രവും നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്, വേദനയുണ്ടായിരുന്നു. അവിടേക്ക് ഒരു പുതിയ ക്ഷേത്രം അതേപോലെ നിർമ്മിക്കണം, അവിടെ ഒരു ശ്രീരാമനെ ആരാധിക്കുന്ന കോടാനുകോടി ഹിന്ദുക്കളെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വികാരം തന്നെയായിരുന്നു. അതും കൂടി കോടതി പരിഗണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിനു കൂടി നിയമസാധുത ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഈ സുപ്രധാന വിധിയുടെ കാര്യം. എൻ്റെ ഒരു വിശകലനം, ഇതിപ്പോൾ ഈ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് ഇന്ത്യയിലെ രാഷ്ട്രീയം തന്നെയാണ്. ഒരു പരിധി വരെ ഒരു കോടാനുകോടി ആൾക്കാരുടെ വിശ്വാസ പ്രശ്നത്തെ വല്ലാതെ അപകടത്തിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങളും നടപടികളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, പല ഘട്ടങ്ങളിലും പല മേഖലകളിൽ നിന്നും. അഭിമാന പ്രശ്നമായിട്ട് അത് പിന്നീട് മാറുന്നതും നമ്മളൊക്കെ കണ്ടു. അതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണിപ്പോൾ. യഥാർത്ഥത്തിൽ ഇതൊന്നും കൂടാതെ തന്നെ പലതും ചെയ്യാൻ കഴിയുമായിരുന്നു പഴയ കാലഘട്ടത്തിൽ. നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട ഉദാഹരണമാണ് സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം. അപ്പോൾ അന്ന് സർദാർ പട്ടേലിന് അത് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ അയോധ്യ പോലെ, കാശി പോലെ, മധുര പോലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് സാധിക്കേണ്ടതായിരുന്നില്ലേ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അത് വീണ്ടും എടുത്തിടുന്നു എന്നതിനർത്ഥമില്ല. പക്ഷേ അങ്ങനെ ഒരു യാഥാർത്ഥ്യം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് എന്നത് കാണാതെ പോയിക്കൂടാ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കാനായിട്ട് പട്ടേൽ മുൻകൈ എടുത്തത്? അത് ഗുജറാത്തിലായിരുന്നതുകൊണ്ട്, സൗരാഷ്ട്രയിലായിരുന്നതുകൊണ്ട് പട്ടേലിന് അത് കഴിയുമായിരുന്നു. അതിന് രാജ്യത്തിൻ്റെ മുഴുവൻ പിന്തുണയും കിട്ടി. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിനെ വെറും രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം മാത്രമല്ല, വിദേശ ആധിപത്യത്തിൽ നിന്നുള്ള ഒരു മോചനം കൂടിയായിരുന്നു, സ്വാതന്ത്ര്യം കൂടിയായിരുന്നു. ആ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് കിട്ടിയിരുന്നോ എന്ന് സംശയിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വിദേശ അക്രമികൾ തകർത്ത മഹാക്ഷേത്രങ്ങളുടെ ചരിത്രം. ഏതായാലും ഇനി അതിലേക്കൊക്കെ കണ്ണോടിക്കണമെന്നല്ല, പക്ഷേ ശ്രീരാമ ജന്മഭൂമിയിൽ ഒരു മഹാക്ഷേത്രം ഉയരാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു. അതൊരു സുപ്രധാനമായ കാൽവയ്പാണ്. അതിൽ ഇന്ത്യൻ ജുഡീഷ്യറി വിജയിച്ചിരിക്കുന്നു. ഇതിലെ ഈ തർക്കമായി ഉന്നയിക്കുന്ന സംഘപരിവാറൊക്കെ ഉന്നയിക്കുന്ന ഈ അമ്പലത്തിന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ഒരു ഹിന്ദു സ്ട്രക്ചർ അവിടെ ഉണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് അത് ഒരു ക്ഷേത്രമായിരുന്നു എന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടില്ല എന്ന് ഈ വിധിന്യായത്തിൽ എഴുതിയിട്ടുമുണ്ട്. അതും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. അല്ല, വിജയകുമാർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ സ്ഥലത്ത് രാമക്ഷേത്രമാണ് ഉയരേണ്ടത് എന്ന് സുപ്രീം കോടതി തീരുമാനിച്ചത്?
അത് പ്രധാനപ്പെട്ട ഘടകമല്ലേ? ആ പ്രശ്നത്തെക്കുറിച്ച്, ആ സ്ഥലത്തെക്കുറിച്ച് തർക്കവും എന്തൊക്കെയും ഉണ്ടെങ്കിലും അതാണ് രാമജന്മഭൂമി എന്ന് കോടാനുകോടി ആൾക്കാർ വിശ്വസിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അത് കോടതി കണക്കിലെടുത്തു. അതുകൊണ്ടാണല്ലോ അവിടെ രാമക്ഷേത്രമാണ് വരേണ്ടത്, അവിടെ മുസ്ലിം പള്ളി നിർമ്മിക്കാൻ വേറൊരു സ്ഥലത്ത് ഭൂമിയാണ് കൊടുക്കേണ്ടത് എന്ന് കോടതി കണ്ടെത്തി. അല്ലെങ്കിൽ കോടതി അതിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. ശ്രീ എം പി രാജേഷ്, താങ്കൾ നേരത്തെ പറഞ്ഞു ഈ വർഗീയ ചേരിതിരിവിന് ഇടം വെച്ച ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് വഴിയൊരുക്കിയ കാലങ്ങൾ നീണ്ട ഒരു തർക്കത്തിന് സുപ്രീം കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഏറെ പ്രാധാന്യം ഈ സുപ്രീം കോടതി വിധിക്കുണ്ട് എന്ന് ഇവിടെ ശ്രീ കെ വി എസ് ഹരിദാസ് പറഞ്ഞ താങ്കൾ കേട്ടല്ലോ. അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അവൈലബിൾ എവിഡൻസ്, അവർ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ പരിഗണനയിൽ വന്ന ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിധി പ്രഖ്യാപനം എന്ന് കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ശ്രീ കെ വി എസ് ഹരിദാസ് ഇവിടെ പറഞ്ഞത് വിശ്വാസികളുടെ വികാരം മാനിക്കപ്പെട്ടിരിക്കുന്നു, ഈ കോടതി വിധിയോടെ അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. മറ്റൊന്ന്, ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനി തീരുമാനമെടുക്കുക ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിന് രൂപം കൊടുക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരാണ്. സ്വാഭാവികമായും ഈ BJP-യുടെ ഒരു പ്രഖ്യാപിതമായ തീരുമാനമായിരുന്നു ഈ രാമക്ഷേത്രം നിർമ്മാണം കൊണ്ടുവരുമെന്നുള്ളത്. അവരുടെ അജണ്ടയായിരുന്നു, അവരത് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ സാധ്യതകൾ അവസാനിച്ചു എന്ന് പ്രതീക്ഷ നൽകുന്ന എന്താണ് അതിലുള്ളത്? അല്ല, ഞാൻ പറഞ്ഞത് സുപ്രീം കോടതിയുടെ ഈ വിധി ഇത്രയും കാലം ഇതിനെ ചൊല്ലി ഉയർത്തിക്കൊണ്ടുവന്ന വർഗീയ മുതലെടുപ്പ്, രാഷ്ട്രീയ മുതലെടുപ്പ്, സംഘർഷങ്ങൾ, രക്തച്ചൊരിച്ചിൽ, അതിനെല്ലാമുള്ള ഒരു തീർപ്പായിരിക്കുന്നു എന്നുള്ളതാണ്. ആ തീർപ്പ് എന്ന നിലയിലാണ് ഞാൻ ഉപയോഗിച്ച വാക്ക്, വളരെ ആലോചിച്ച് തന്നെ ഉപയോഗിച്ച വാക്കാണ്. തീർപ്പ് എന്ന നിലയിൽ വിധി മാനിക്കണം എന്നാണ്. ബാക്കി വിധിയുടെ വിശദാംശങ്ങളെക്കുറിച്ചൊക്കെ പല അഭിപ്രായങ്ങളും ഉണ്ടാവും. 1045 പേജുള്ള വിധി ഞാനും വായിച്ചിട്ടില്ല. വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികരണം. പക്ഷെ ഇവിടെ KVS നടത്തിയിട്ടുള്ള 3-4 ദുർവ്യാഖ്യാനങ്ങൾ വളരെ അപകടകരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. KVS-നെ പോലെ ഒരാൾ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു സന്ദർഭം കിട്ടിയപ്പോൾ അത്തരം ദുർവ്യാഖ്യാനങ്ങളുടെ അപകടകരമായ പാതയിലൂടെ സഞ്ചരിക്കുന്നത് എന്ന് നമ്മളെല്ലാം ഞെട്ടിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, അദ്ദേഹം ഇവിടെ പറഞ്ഞു അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന വിശ്വാസത്തെ കോടതി അംഗീകരിച്ചു എന്ന്. 2 കാര്യങ്ങൾ ഇതിലുണ്ട്. കോടതി തന്നെ പറഞ്ഞത് വിധി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നാണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് കോടതി വിധിയിൽ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ 2, അവിടെ ഒരു നിർമ്മിതി ഉണ്ടായിരുന്നു എന്ന് മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ. അതിനെ വ്യാഖ്യാനിക്കുക, ചെറിയ ദുർവ്യാഖ്യാനമല്ല ഇത്. ഒരു നിർമ്മിതി ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയതായിട്ട് മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ. അതിനെക്കുറിച്ചും വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാവാതെ അവിടെ നിൽക്കട്ടെ. അദ്ദേഹം അതെ ആയിക്കോട്ടെ, ക്ഷേത്രമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ക്ഷേത്രമാണെന്ന് പറഞ്ഞിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. ലഭ്യമായ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. രാമക്ഷേത്രം എന്ന് പറഞ്ഞിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, ദുർവ്യാഖ്യാനിക്കുന്നത് തെറ്റല്ലേ? ശരിയായിട്ടുള്ള കാര്യമാണോ? പിന്നെ കോടതി വിധിയെ മറ്റൊരു ദുർവ്യാഖ്യാനം വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഇനി കാശി, മധുര എന്നിവയെല്ലാം ഇതുപോലെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങളാണ് എന്ന വലിയ അപകടകരമായൊരു സൂചന ഇവിടെ നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി അതിനുള്ള ഒരു ഫുൾ സ്റ്റോപ്പ് കൂടി ഇട്ടിരിക്കുന്നു, അതിനൊരു പൂർണ്ണവിരാമം കൂടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്ലേസസ് ഓഫ് റിലീജിയസ് വർഷിപ്പ് ലെജിസ്ലേഷൻ ആക്ടിനെ സുപ്രീം കോടതി ശ്ലാഘിച്ചത്. അതുകൊണ്ടാണ് CPIM പോളിറ്റ് ബ്യൂറോ അതിന്റെ പ്രസ്താവനയിൽ പറഞ്ഞത് സുപ്രീം കോടതി വിധിയിൽ ചൂണ്ടിക്കാണിച്ച ഈ നിയമം, ആരാധനാലയ നിയമം കർശനമായി നടപ്പാക്കുന്നു. 47-ലുള്ള സ്ഥിതി, അതുപോലെ തൽസ്ഥിതി നിലനിർത്തണം എന്ന് അനുശാസിക്കുന്ന ആ നിയമം നടപ്പാക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അടുത്ത അജണ്ടയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്നൊരു സൂചന കൂടി ഇത് നൽകുന്നുണ്ട്. അത് അനുവദിക്കുന്നില്ല സുപ്രീം കോടതി വിധി. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിയമം ശ്ലാഘനീയമാണ് എന്നാണ് സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ, അദ്ദേഹം സ്വാതന്ത്ര്യത്തെ തന്നെ ചോദ്യം ചെയ്ത് കളഞ്ഞു. 47-ൽ കിട്ടിയ സ്വാതന്ത്ര്യം യഥാർത്ഥമായിരുന്നോ? കാരണം കാശി, മധുരയും ഒക്കെയുള്ള തർക്കം പരിഹരിക്കാത്തത് കൊണ്ട് സ്വാതന്ത്ര്യം യഥാർത്ഥമായിരുന്നു എന്ന് വരെ അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ എല്ലാ കാലത്തും നിലപാടെടുത്തിട്ടുള്ളത് മധ്യസ്ഥതയിലൂടെ, ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനാവില്ലെങ്കിൽ സുപ്രീം കോടതി വിധിയിലൂടെ, കോടതിയുടെ തീർപ്പിലൂടെ അത് പരിഹരിക്കണമെന്നാണ്. ഇപ്പൊ കോടതിയുടെ തീർപ്പ് വന്നിരിക്കുന്നു. എന്നാൽ വിശ്വാസ കാര്യത്തിൽ കോടതിക്ക് തീരുമാനിക്കാൻ അവകാശമില്ല എന്ന് നിലപാടെടുത്തത് ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. അത് അയോധ്യയുടെ കാര്യത്തിലും ഏറ്റവും അടുത്ത കാലത്ത് ശബരിമലയുടെ കാര്യത്തിലുമെല്ലാം വിശ്വാസത്തിന്റെ കാര്യത്തിൽ കോടതിക്ക് ഇടപെടാൻ അധികാരമില്ല എന്ന് നിലപാടെടുത്തത് KVSന്റെ പ്രസ്ഥാനമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുണ്ടായിരുന്നു. സന്ധി സംഭാഷണത്തിലൂടെ അയോധ്യ തർക്കത്തിന് പരിഹാരം ഉണ്ടാവുന്നില്ലെങ്കിൽ അത് കോടതിയുടെ തീർപ്പിന് വിധേയമായി പരിഹരിക്കണം എന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കോടതി വിധി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആകണം എന്ന് പറയുന്നത്. അല്ല, അതിൽ ഒരു ഒറ്റ കാര്യം, അതായത് ശ്രീ എം പി രാജേഷ്, ഞാൻ ചോദിച്ചത് ഇതിന്റെ രാഷ്ട്രീയമായി ഇനിയും ഉപയോഗിക്കാനുള്ള സാധ്യത തീർന്നു എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ KVS പറഞ്ഞ ഈ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ ചോദിക്കുന്നത്. ഈ ക്ഷേത്ര നിർമ്മാണത്തിന്റെ അവകാശം സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്. കേന്ദ്ര സർക്കാർ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണം, നിർമോഹി അഖാഡയ്ക്ക് അതിന് വേണ്ട പ്രാതിനിധ്യം നൽകണം എന്ന് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ അതിന്റെ ഒരു ക്ലെയിം എടുക്കില്ലേ രാഷ്ട്രീയമായി, പൊളിറ്റിക്കലി? വിജയകുമാർ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം യഥാർത്ഥത്തിൽ നേരത്തെ KVS ഹരിദാസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത രാജ്യം പാലിക്കണം. സുപ്രീം കോടതിയുടെ വിധിയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കാനുള്ള ജാഗ്രത രാജ്യമാകെ പാലിക്കേണ്ടതുണ്ട്. ഇനിയും ഇത് മുതലെടുപ്പിനുള്ള വിഷയമാക്കി ഉപയോഗിക്കാൻ അനുവദിച്ചുകൂടാ. സുപ്രീം കോടതി KVS ഹരിദാസ് വളരെ സൗകര്യപൂർവ്വം സുപ്രീം കോടതി വിധിയിലെ 2 പരാമർശങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയുണ്ടായി. അതിലൊന്ന് 49 എല്ലാ തർക്കത്തിന്റെയും മൂലകാരണമായ 49 അർദ്ധരാത്രിയിൽ അവിടെ കൊണ്ടുപോയി ബലപ്രയോഗത്തിലൂടെ രാമവിഗ്രഹം നിക്ഷേപിച്ചതിനെ സുപ്രീം കോടതി നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 92 ഈ ബാബറി മസ്ജിദ് തകർത്തത് നിയമവിരുദ്ധമായ നടപടിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ അക്കാര്യത്തിലും തീരുമാനം ഉണ്ടാവണം. ആ നിയമവിരുദ്ധമായ നടപടിക്ക് നേതൃത്വം കൊടുത്തവർ നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടണം. അപ്പോൾ ഈ ബാക്കി കാര്യങ്ങളിൽ മുതലെടുപ്പിനുള്ള ശ്രമം ഉണ്ടാവും. കാരണം വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള മുതലെടുപ്പുകൾ അവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അതിനെതിരെ രാജ്യം ജാഗ്രത പാലിക്കണം. ആ മുതലെടുപ്പുകൾക്ക് ഇടയാകാത്ത തരത്തിൽ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ രാജ്യമാകെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അത് ഒരു പക്ഷേ ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും CBIയുടെ കേസിന്റെ അടിസ്ഥാനത്തിലും അതിന്റെ തുടർ നടപടികൾ മുന്നോട്ട് പോകട്ടെ. ശ്രീ KVS ഹരിദാസ്, ഇന്ന് ഈ വിധി വന്നതിന് ശേഷം ഉണ്ടായ ശ്രദ്ധേയമായ പരാമർശങ്ങളിൽ ഒന്ന് ജസ്റ്റിസ് കമാൽ പാഷയുടേതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതി ഒരു മധ്യസ്ഥന്റെ റോളിൽ ഇവിടെ പ്രവർത്തിച്ചു. സുന്നി വഖഫ് ബോർഡിന് ഭൂമിയിൽ അവകാശമില്ല എന്ന് കോടതി പറയുന്നു. അവർക്ക് അതിന് ഡോക്യുമെന്ററി എവിഡൻസ് അവരുടെ പക്കലില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പകരം ഒരു 5 ഏക്കർ ഭൂമി അവർക്ക് കൊടുക്കുന്നു? അപ്പോൾ സുപ്രീം കോടതി ഒരു സിവിൽ തർക്കത്തിന് പരിഹാരം കാണുകയല്ല ചെയ്തത്. ഈ പ്രശ്നം, ഈ രാജ്യത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഒരു മധ്യസ്ഥന്റെ റോളിൽ സുപ്രീം കോടതി പ്രവർത്തിച്ചു എന്നത് താങ്കൾക്ക് അതൊരു ശരിയായ നിരീക്ഷണമായി തോന്നുന്നുണ്ടോ? വിജയൻ, ഞാൻ സംശയമില്ല അതിനകത്ത് സുപ്രീം കോടതിയുടേത് ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പുള്ള നിലപാടുകളായിരുന്നു, അതിനുള്ള മനോഭാവമായിരുന്നു അവർ കാണിച്ചത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു സങ്കീർണമായ പ്രശ്നത്തെ വളരെ വളരെ ക്രാഫ്റ്റ്ഫുള്ളായിട്ടുള്ള ജഡ്ജ്മെൻ്റാണിത് എന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അത് വളരെ വളരെ നന്നായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ആ പ്രശ്നത്തിനെ അഭിസംബോധന ചെയ്യാൻ അവർ തയ്യാറായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇത്തരം ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ വിവിധ മാനസികാവസ്ഥ ഉണ്ടെന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്ന ന്യായാധിപന്മാർക്ക് ഒരേ മനസ്സോടെ ഒരേ ജഡ്ജ്മെൻറ്റോടെ നമ്മുടെ മുമ്പിൽ വരാൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമല്ലേ? അതല്ലേ ഇതിൽ അടിവരയിടേണ്ട പ്രശ്നം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു ഡിസെൻറ്റ് നോട്ടില്ല. എല്ലാവരും ഒരേ മനസ്സോടെ ചിന്തിച്ചു എന്നതല്ലേ? അതിൽ പല ജഡ്ജിമാരെക്കുറിച്ചും നമുക്ക് പല ധാരണകൾ പൊതുസമൂഹത്തിലുണ്ടായിരുന്നു, നമുക്കില്ലെങ്കിൽ പോലും പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അവർക്ക് ഈ ഒരു വിഷയത്തെ ഒരേ മനസ്സോടെ കാണാൻ കഴിഞ്ഞു എന്നത് ഒറ്റ പ്രശ്നം. താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ്, ഏകപക്ഷീയമായി ഏകകണ്ഠമായി ഒരു വിധി തീർപ്പാക്കാൻ, ഈ പ്രശ്നത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ സുപ്രീം കോടതിക്ക് കഴിഞ്ഞു എന്നത് ഈ വിധിയുടെ പ്രാധാന്യത്തെ എടുത്തു കാട്ടുന്നത് തന്നെയാണ്. ഒരു തർക്കവുമില്ല. പക്ഷേ ഇതിലെ പ്രശ്നം ഇതിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചായിരുന്നല്ലോ സർ തർക്കം. ആ തർക്കത്തിനൊരു പോംവഴി ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ നിർമോഹി അഖാഡയ്ക്കോ
അതല്ലെങ്കിൽ വഖഫ് ബോർഡിനോ സുന്നി വഖഫ് ബോർഡിനോ രണ്ടു കൂട്ടർക്കും സാധിച്ചിട്ടില്ല. നിർമോഹി അഖാഡയെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് രാംലല്ലയും സുന്നി വഖഫ് ബോർഡിനെയും മാത്രമാണ് കോടതി ഈ കാര്യത്തിൽ പരിഗണിച്ചിട്ടുള്ളതും. ഇനി മറ്റൊരു കാര്യം, ഇതിന്റെ ഉടമസ്ഥാവകാശം, അതായത് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി അതിനെ പൂർണ്ണമായി തള്ളിയിരിക്കുന്നു. ഇനി ഈ രാമക്ഷേത്രത്തിന് മുകളിലോ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുകളിലുള്ള കാർമ്മികത്വത്തിനുള്ള അധികാരം നിർമോഹി അഖാഡയിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 1857 മുൻപ് ഉള്ള ഇതിന്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ പാകത്തിലുള്ള തെളിവുകൾ കോടതിയിൽ കൊണ്ടുവരാൻ ഇരു കൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് കോടതി ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു തീർപ്പിലേക്ക് കടക്കുന്നത്. അതാണ് അതിനെ സവിശേഷമാക്കുന്നത്. അവിടെ താങ്കൾ ഇത് വിശ്വാസികളുടെ വികാരങ്ങൾ മാനിച്ചുള്ളതാണെന്ന് പറയുന്നിടത്താണ് ഒരു വിയോജിപ്പ് ഞങ്ങൾ അറിയിക്കുന്നത്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ നേരത്തെ വിട്ടുപോകും. അതുകൊണ്ടാണ് രാജേഷ് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സൂചന കൊടുക്കേണ്ടതുണ്ട്. രാജേഷേ, ഞാൻ കാശിയും മധുരയൊക്കെ ഏറ്റെടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സർദാർ പട്ടേൽ 1947 സോമനാഥ ക്ഷേത്രത്തിൻ്റെ ചിത്രം കണ്ടുകൊണ്ട് അവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ മുൻകൈ എടുത്തു എന്നുള്ള കാര്യം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ആ ഒരു ബോധം മറ്റു പല കോൺഗ്രസ് നേതാക്കന്മാർക്കും അക്കാലത്ത് ഉണ്ടായില്ല. അത് ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഗുജറാത്തിലായിരുന്നത് കൊണ്ടും സൗരാഷ്ട്രയിലായിരുന്നത് കൊണ്ടും സർദാർ പട്ടേലിന് അതിന് കഴിഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളൂ. അതിനർത്ഥം മറ്റ് രണ്ട് ക്ഷേത്രങ്ങളല്ല, അനവധി ക്ഷേത്രങ്ങളെക്കുറിച്ച് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. എത്രയോ സ്ഥലത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ പഴയ കാലത്തെ അവശിഷ്ടങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. ഇതൊന്നും മുഴുവൻ മാറ്റണം എന്നല്ല. പക്ഷേ ഒരു സംഭവം ഞാൻ ചൂണ്ടിക്കാണിച്ചു. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഗുജറാത്തിൽ കഴിഞ്ഞത് യു പിയിൽ കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ മറ്റേ പഴയ കേസുകൾ റീഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നൊരു ധ്വനി ഉണ്ടാകാൻ പാടില്ല. അത് ഞങ്ങളുടെ ആരുടെയും നിലപാടുമല്ല. അതിൽ കോടതി വിധി പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്, അത് ഏറ്റെടുക്കുന്നു എന്ന് തന്നെ വ്യക്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഗോപി ചോദിച്ച ചോദ്യം, ഗോപി നമ്മളൊക്കെ കാണുന്ന ഒരു പ്രശ്നമുണ്ട്. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടമായിരുന്നു എന്നൊക്കെ ASI കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ക്ഷേത്രമുണ്ടായിരുന്നു, അതൊരു ശൈവ വൈഷ്ണവ ക്ഷേത്രമായിരുന്നു എന്നൊക്കെ ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടുകളിലുമുണ്ട്. പക്ഷേ അത് കോടതി അത് ശരിവച്ചിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ ASIയുടെ ഫൈൻഡിങ്സിൽ അതുകൊണ്ട് ഞാനത് കണ്ടിട്ടുമുണ്ട്, ഞാൻ പലപ്പോഴും വായിച്ചിട്ടുമുണ്ട് പലതും. പക്ഷേ നമ്മൾ ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് കാണേണ്ട ഒരു ഘടകം എന്താ? രാമലാല എന്ന് പറയുന്നത് ഈശ്വരനാണ്, ഗോഡാണ്, ഒരു ഡൈറ്റിയാണ്. ആ ഡൈറ്റിക്ക് നിയമത്തിൻ്റെ മുന്നിലുള്ള സ്റ്റാൻഡ് എന്താ? അതൊരു മൈനറാണ്, എക്കാലവും മൈനറാണ്. ആ മൈനറുടെ പ്രോപ്പർട്ടി ആർക്കും സബ്ലെറ്റ് ചെയ്യാൻ പറ്റില്ല, ലീസിന് കൊടുക്കാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല, കൈമാറാൻ പറ്റില്ല. അതാണ് നമ്മുടെ നാട്ടിലെ നിയമം. ആ ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ സമയത്തും ഈ കോടതി വിധിയിലേക്ക് ഇവരെ അറിഞ്ഞോ അറിയാതെയോ നയിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ രാമലാലയുടെ വിഗ്രഹമുണ്ടായിരുന്ന ക്ഷേത്രമുണ്ടായിരുന്ന സ്ഥലമാണെന്ന് കോടാനുകോടി ആൾക്കാർ വിശ്വസിക്കുന്നു. വിശ്വാസത്തിൻ്റെ പിന്നാലെ കോടതി പോകുന്നില്ല എന്ന് പറയുമ്പോഴും ആത്യന്തികമായിട്ട് കോടതി എത്തിച്ചേർന്നത് അവിടെ തന്നെയാണ് രാമക്ഷേത്രം വരേണ്ടത് എന്ന് തന്നെയാണ്. അതിന് വേറൊരു കാരണം ജഡ്ജിമെൻറ്റിൽ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 1400 പേജ് ഞാൻ മുഴുവനും വായിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഇന്ന് നോക്കുന്ന സമയത്ത് അത് രാമജന്മഭൂമിയാണ് എന്നുള്ള വിശ്വാസം ഈ 5 ന്യായാധിപന്മാരും ഒരേപോലെ അംഗീകരിക്കുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് രാജേഷിന് എന്തോ കൂട്ടിച്ചേർക്കാനുണ്ടെന്ന് തോന്നുന്നു, എന്തോ ഒരു മറുപടി അക്കാര്യത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. ശ്രീ രാജേഷ്, താങ്കൾ എന്താണ് അതിന് പറയാൻ ഉദ്ദേശിച്ചത്? എനിക്ക് ഒരു ചോദ്യമാണ് ശ്രീ KV ഹരിദാസിനോട് ചോദിക്കാനുള്ളത്. ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇപ്പോൾ പോകുമെന്നതുകൊണ്ട് അതിന് മുമ്പൊരു കാര്യം പറയട്ടെ. നമ്മൾ പല കാര്യങ്ങളും വായിച്ചതോ പ്രചരിപ്പിച്ചതോ ഒക്കെ ആയ കാര്യങ്ങളുണ്ട്. നാട്ടിൽ പലതും പ്രചരിപ്പിച്ചിട്ടുണ്ട്, ആർക്കിയോളജിക്കൽ സർവേയുടെ ഫൈൻഡിങ് എന്ന പേരിലൊക്കെ. പക്ഷേ ഇപ്പം നമ്മുടെ മുമ്പിൽ കോടതിയുടെ വിധിയുണ്ട്. ഇതെല്ലാം പരിശോധിച്ച ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഫൈൻഡിങ് എല്ലാം പരിശോധിച്ച കോടതി വിധിയുണ്ട്. ആ കോടതി വിധിയിൽ KV ഹരിദാസ് ഇപ്പോൾ പറയുന്ന പരാമർശമല്ല ഉള്ളത്. ഒരു ഹിന്ദു നിർമ്മിതിയാണ് എന്ന് മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ. അത് രാമക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുന്നത് കോടതി വിധിയുടെ ദുർവ്യാഖ്യാനമാണ്. കോടതി വിധിയെ വളച്ചൊടിക്കലാണ്, സ്വന്തം സൗകര്യത്തിന് വളച്ചൊടിക്കലാണ്. അത് ശക്തമായിട്ടുള്ള ഭാഷയിൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം,
ശ്രീ KVS ഹരിദാസിനോട് എനിക്ക് ചോദിക്കാനുള്ളത് 49-ൽ അവിടെ വിഗ്രഹം നിക്ഷേപിച്ചതും 92-ൽ ബാബറി മസ്ജിദ് തകർത്തതും നിയമവിരുദ്ധമാണ് എന്ന കോടതി വിധിയിലെ വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങളോടുള്ള അഭിപ്രായം എന്താണ് KVS ഹരിദാസിന്റെ? അതോടൊപ്പം തന്നെ ബാബറി മസ്ജിദ് തകർത്ത നിയമവിരുദ്ധമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അതിൽ പ്രതികളായ അദ്വാനി, അതുപോലെ മുരളി മനോഹർ ജോഷി, അതിനെ ന്യായീകരിച്ച വാജ്പേയി, അവരുടെ നടപടിയെക്കുറിച്ചും ഇപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ KVS ഹരിദാസ് എന്ത് പറയുന്നു? അല്ല 46-ല് വിജയകുമാർ 46-ല് കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ഈ 46-ല് ജനസംഘം പോലുമില്ല. നമ്മളൊരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലം കൂടി നോക്കണം. 46-ല് ജനസംഘം പോലും രൂപം കൊള്ളുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു സംഭവവികാസമാണ്. അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അന്ന് ഒരു ചരിത്രം രാജേഷ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അന്ന് അതിനെതിരായിട്ട് വിഭാഗക്കാർ ഞാൻ വരാൻ രാജേഷേ, മുസ്ലിം വിഭാഗക്കാർ കോടതിയിൽ പോയി. അന്ന് അവിടുത്തെ ലോക്കൽ കോടതിയും സിവിൽ കോടതിയും ജില്ലാ സിവിൽ കോടതിയും പറഞ്ഞത് ഒരു കാരണവശാലും ആ വിഗ്രഹം അവിടുന്ന് മാറ്റാൻ പാടില്ല എന്നാണ്. 46 മുതൽ അവിടെ പൂജ നടക്കുന്നുണ്ട്. 46 മുതൽ ആ സ്ഥലത്ത് വിഗ്രഹം വന്ന സമയത്ത് മുതൽ അവിടെ നിത്യപൂജ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ചരിത്രം കൂടി രാജേഷ് ഓർമ്മയുണ്ടാവും. 86-ലാണെന്ന് എൻ്റെ ഓർമ്മ. അവിടുത്തെ ലോക്ക് തുറന്നു കൊടുത്തത് സുപ്രീം കോടതി ജില്ലാ കോടതിയുടെ പേരിൽ ന്യായീകരിക്കുന്നത് അല്ല. ഞാൻ പറഞ്ഞത് ആ ജില്ലാ കോടതിയുടെ വിധി ഉണ്ടായിരുന്നത് കൊണ്ടാണ് 46 മുതൽ 92 വരെയെങ്കിലും അതവിടെ നിലനിന്നത്. 92-ന് ശേഷമാണല്ലോ പുതിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. 46 മുതൽ 92 വരെ അവിടെ നിലനിന്നതും 86-ൽ താഴെ തുറന്നു കൊടുത്ത് ഭക്തന്മാർക്ക് കയറി ദർശനം നടത്താൻ അനുമതി കൊടുത്തതും ഒക്കെ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് 86-ലെന്ന് തീരുമാനം. അതും നമുക്കറിയാൻ പോയി കഴിഞ്ഞാൽ കോടതിയുടെ അനുമതിയോട് കൂടിയാണ്. അന്നത്തെ ND തിവാരിയുടെ ഗവൺമെൻറ്റാണ് UP-യിലുള്ളത്. ആ ഗവൺമെൻറ് കോടതിയുടെ സാങ്ഷൻ മേടിച്ചിട്ടാണ് അവിടെ താഴെ തുറന്നു കൊടുത്ത് ഭക്തന്മാർക്ക് അവിടെ കയറാനുള്ള അനുമതി കൊടുത്തത്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ സുപ്രീം കോടതി അത് തെറ്റാണെന്ന് പറഞ്ഞു. തെറ്റാണെന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ അത് അംഗീകരിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. ഏതായാലും നമ്മുടെ സമയം ചർച്ച ഇവിടെ പൂർത്തിയാക്കേണ്ട സമയമായിരിക്കുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു തർക്കത്തിന് തീർപ്പുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് സുപ്രീം കോടതി വിധിയുടെ ഈ സമയത്തെ ഏറ്റവും വലിയ പ്രസക്തി. ചില ഭിന്നാഭിപ്രായങ്ങളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടെങ്കിലും കാലങ്ങൾ നീണ്ട ഒരു വ്യവഹാരത്തിന് ഇരു വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്ന തരത്തിൽ ഈ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ തർക്കത്തെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന അർത്ഥത്തിൽ സുപ്രീം കോടതി വിധിക്ക് അതിൻ്റെ പ്രാധാന്യമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ MB രാജശ്രീ, KVS ഹരിദാസ് ഇരുവർക്കും. എനിക്കൊന്നും ഇനി നമുക്ക് നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. വിജയകുമാർ, അല്ലേ? ഈ സംഭവങ്ങൾക്ക് ശേഷം വിവിധയിടങ്ങളിൽ, രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് നേതാക്കളുടെ പ്രതികരണങ്ങൾ നമുക്ക് കാണാം. നമുക്ക് രാജ്നാഥ് സിംഗിൻ്റെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. രാജ്നാഥ് സിംഗിൻ്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് രാജ്നാഥ് സിംഗിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് ട്വിറ്ററിലാണ്. ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക് ആൻഡ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഓൺ അയോധ്യ ജഡ്ജ്മെന്റ്. ചരിത്രപരമായ ഒരു വിധിയാണ് ഈ ഉണ്ടായിരിക്കുന്നത് എന്ന പ്രതികരണമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയിരിക്കുന്നത്. മറ്റു പ്രതികരണങ്ങളിലേക്ക് കൂടി വളരെ വേഗം പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം. വിജയൻ, Priyanka Gandhi urges everyone to respect Supreme Court verdict in Ayodhya case. അയോധ്യ തർക്ക കേസിൽ സുപ്രീം കോടതി വിധിയെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നാണ്, അംഗീകരിക്കണം എന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ ട്വീറ്റ് വന്നിരിക്കുന്നത്. RSS തലവൻ മോഹൻ ഭാഗവത്തിന്റെ ട്വീറ്റ് വന്നിരിക്കുന്നു. വി വെൽക്കം ദിസ് ഡിസിഷൻ ഓഫ് സുപ്രീം കോർട്ട്. ദിസ് കേസ് വാസ് ഗോയിങ് ഓൺ ഫോർ ഡിക്കേഡ്സ് ആൻഡ് ഇറ്റ് ഹാസ് റീച്ച്ഡ് ദ റൈറ്റ് കൺക്ലൂഷൻ. ദിസ് ഷുഡ് നോട്ട് ബി സീൻ ആസ് എ വിൻ ഓർ ലോസ്. വി ഓൾസോ വെൽക്കം എവരിവൺസ് എഫേർട്സ് ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് ഹാർമണി ഇൻ സൊസൈറ്റി. ആരുടെയും ജയമോ പരാജയവുമായി ഇതിനെ കാണേണ്ടതില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിധി വരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ വിധി എന്തായാലും അത് ആരുടെയെങ്കിലും വിജയമോ ആരുടെയോ പരാജയമോ അല്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്നത് RSS പ്രസ്താവന ആവർത്തിക്കുകയാണ്. കറക്റ്റ്. രൺദീപ് സുർജേവാല, കോൺഗ്രസ് വക്താവ്,
രൺദീപ് സുർജേവാലയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അയോധ്യ വേർഡിക്ട്, സുപ്രീം കോർട്ട് വേർഡിക്ട് ഹാസ് കം. വി ആർ ഇൻ ഫേവർ ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓഫ് റാം ടെമ്പിൾ. ദിസ് ജഡ്ജ്മെന്റ് നോട്ട് ഓൺലി ഓപ്പൺ ദ ഡോർസ് ഫോർ ദ ടെമ്പിൾസ് കൺസ്ട്രക്ഷൻ ബട്ട് ഓൾസോ ക്ലോസ് ദ ഡോർ ഫോർ BJP ആൻഡ് അതേഴ്സ് ടു പൊളിറ്റിസൈസ് ദ ഇഷ്യൂ. ഒരുപക്ഷെ രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, ഒരു പ്രതികരണമാണെന്ന് തോന്നുന്നു സുർജേവാലയുടേത്. കോൺഗ്രസിന്റെ വക്താവ് രാമക്ഷേത്ര നിർമ്മാണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നു. ഒപ്പം BJPയുടെ മുതലെടുപ്പ് ഇവിടെ അവസാനിക്കുകയാണ് എന്നും പറയുന്നു. എനിക്ക് തോന്നുന്നു വിധിയെ വിമർശിക്കേണ്ടതില്ല എന്നൊരു പൊതു തീരുമാനം കോൺഗ്രസ് നേതാക്കൾ കൈക്കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ നിലയ്ക്കാണ് ആ പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഇതൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു സാധ്യത അടച്ചിരിക്കുന്നു കോടതി വിധിയോടുകൂടി, ഈ തീർപ്പോടുകൂടി എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇപ്പോൾ വന്നിരിക്കുന്നത് നിതിൻ ഗഡ്കരിയുടെ ആണ്. നിതിൻ ഗഡ്കരി urges all to accept the verdict in Ayodhya matter and maintain peace. സമാധാനം പുലർത്താനും അതോടൊപ്പം തന്നെ വിധി അംഗീകരിക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത് നിതിൻ ഗഡ്കരി. Nitish Kumar, Bihar Chief Minister Nitish Kumar on Ayodhya verdict. Supreme Court's judgment should be welcomed by everyone. It will be beneficial for the social harmony. There should be no further dispute on this issue. That is my appeal to the people. എന്നതാണ്. ഇതിൽ ഇനിയൊരു തർക്കം ഉണ്ടാകരുത്. ഈ ജഡ്ജ്മെന്റ്, സുപ്രീം കോടതിയുടെ ഈ വിധിയെ പൂർണ്ണമായി അംഗീകരിക്കുന്ന നിലയുണ്ടാകണം എന്നതാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ വളരെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയ രംഗത്ത് വന്നിരിക്കുന്നത് അസറുദ്ദീൻ ഒവൈസിയാണ്. ഒവൈസിയുടെ പ്രതികരണം, സുന്നി വഖഫ് ബോർഡിന് വിട്ടു നൽകിയ 5 ഏക്കർ ഭൂമി ഏറ്റെടുക്കരുത് എന്നാണ് അസദുദ്ദീൻ ഒവൈസി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ വിധി സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുന്നു. വിധി ഒരു പക്ഷേ സുപ്രീം ആയിരിക്കാം, അതിൽ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നതിൽ അത് കണക്കിലെടുക്കേണ്ടതില്ല എന്നാണ് ഒവൈസിയുടെ പ്രതികരണം അക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതെ, ഒവൈസി കോൺഗ്രസ് ഹാസ് ഷോൺ ദ ട്രൂ കളർ ബട്ട് ഫോർ കോൺഗ്രസ് പാർട്ടീസ് deceitness and hypocrisy, idiots would not have been placed in 1949 had hypocrisy idols would not have been placed in 1949 had the locks not opened by Rajiv Gandhi. The masjid would still be there എന്നാണ്. അതായത് കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. 49-ൽ രാമവിഗ്രഹം അവിടെ കൊണ്ടുവയ്ക്കാനുള്ള അവസരം ഒരുക്കിയത് കോൺഗ്രസ് ആണ്. രാജീവ് ഗാന്ധിയെ പേരെടുത്ത് വിമർശിച്ചിരിക്കുന്നത്. ശ്രീ രവിശങ്കർ മധ്യസ്ഥ സമിതിയിൽ അംഗമായിരുന്നു, ചുമതലക്കാരായിരുന്നു ശ്രീ രവിശങ്കർ. അദ്ദേഹം ദിസ് ഇസ് എ ഹിസ്റ്റോറിക് ജഡ്ജ്മെന്റ്, ഐ വെൽക്കം ഇറ്റ്. ദിസ് കേസ് വാസ് ഗോയിങ് ഓൺ ഫോർ എ ലോങ് ടൈം ആൻഡ് ഫൈനലി ഇറ്റ് ഹാസ് റീച്ച് എ കൺക്ലൂഷൻ. പീസ് ആൻഡ് ഹാർമണി ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഇൻ സൊസൈറ്റി എന്നാണ് ശ്രീ രവിശങ്കർ പ്രതികരിച്ചിരിക്കുന്നത്. പൊതുവെ ഗോപി, ഈ പ്രതികരണങ്ങളുടെയൊക്കെ ആകെ തുക എന്ന് പറയുന്നത് വിയോജിപ്പുകളുണ്ട്, തുടർ നിയമ നടപടികളെപ്പറ്റി ആലോചിക്കുന്ന സംഘടനകളുടെ പ്രതികരണങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും സമൂഹത്തിലാകെ ഒരു സമാധാനം നിലനിർത്തണമെന്നത് ഈ പ്രതികരണങ്ങളെല്ലാം അടിയിൽ ഉണ്ട് എന്ന് മാത്രമല്ല പൊതുവിൽ അംഗീകരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഈ തീർപ്പിന്, ഈ വിധിയെ. അല്ലെ, പ്രശ്നപരിഹാരത്തിന് ഇത് ഉതകുമെങ്കിൽ ഇവിടെ കൊണ്ട് തീരട്ടെ എന്ന് ഇതിലെ കക്ഷികളും പറയുന്നു. എനിക്ക് തോന്നുന്നു ഇനി കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് ആദ്യം നമുക്ക് നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ആദ്യം. സുപ്രീം കോടതി വിധി അന്തിമമാണ് എന്നതിനാൽ ഈ ഘട്ടത്തിൽ അത് ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥരാണ്. സമാധാനവും ശാന്തിയും മതനിരപേക്ഷതയുടെ സംരക്ഷണവും ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളുടെ കരുത്തുമാകണം നമ്മുടെയാകെ ഈ സന്ദർഭത്തിലെ പരിഗണന. വിധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം കാത്തുസൂക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. പ്രകോപനപരമായ പ്രതികരണങ്ങൾ അനുവദിക്കില്ല. ഇപ്പോൾ നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി തന്നെയാണ്. ഇതിൻ്റെ പേരിൽ സമൂഹത്തിൽ അസ്വസ്ഥതകളും അതോടൊപ്പം തന്നെ സംഘർഷങ്ങളും വളർത്തുന്ന ഒരു നടപടിയോടും കോൺഗ്രസിന് യോജിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യത്തിൽ ആത്മസംയമനം പാലിക്കണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഇതിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വഴിതെളിക്കുന്ന ഒരു ചരിത്ര വിധിയാണ് ഇന്ന് ഈ അയോധ്യ കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ജയപരാജയങ്ങളുടെ കണക്കുകൂട്ടലുകൾക്കല്ല, അതേസമയം ഈ രാഷ്ട്രം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരുമയോടും ഐക്യത്തോടും സഹവർത്തിത്വത്തോടും കൂടി കഴിയാൻ എങ്ങനെ ഈ വിധി ഇടയാക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്.
ഈ വിധി അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. സുപ്രീം കോടതിയുടെ വിധി സംയമനത്തോടെ കാണണം. വിധി എന്ത് തന്നെയാണെങ്കിലും ആത്മസംയമനം പാലിക്കണം, സമാധാനം വേണം. അതാണ് ശിഹാബ് തങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളത്. തങ്ങൾ ആവർത്തിച്ചു, എല്ലാ മുസ്ലിം സംഘടനാ നേതാക്കന്മാരും ആവർത്തിച്ചിരിക്കുകയാണ്. അത് വിട്ട് ഒരാളും ഒരു പ്രവർത്തനത്തിനും പോകരുത്. വിധി വന്നതിന് ശേഷം വിശദമായിട്ട് അത് പഠിച്ച് മറ്റു കാര്യങ്ങൾ പറയും. സുപ്രീം കോടതിയുടെ വിധിയെ ഞങ്ങൾ മാനിക്കുന്നു. ഒരു വിധത്തിലുള്ള സംഘർഷമോ മറ്റോ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ആത്മസംയമനം പാലിക്കുക, സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിധി അത് ദുഃഖകരം, അത് ഖേദകരം, അത് നിരാശാജനകം. അതോടുകൂടി എന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്ത്യൻ ജുഡീഷ്യറിയെയും ഇന്ത്യൻ ഭരണഘടനയൊക്കെ മാനിക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്നൊരു സംഘടനയാണ്. അതുകൊണ്ട് ആ വിധി അംഗീകരിക്കുന്നു. 1045 പേജുകളുള്ള വിധിപ്പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ തീർപ്പിലേക്ക് സുപ്രീം കോടതി എത്തുന്ന ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ചത്, എന്തൊക്കെയായിരുന്നു വാദങ്ങളും എതിർവാദങ്ങളും, എന്തൊക്കെ കാര്യങ്ങളിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ഈ സുപ്രധാനമായ വിധി സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമാകാനുണ്ട്. ആ കാര്യങ്ങളുമായി MP നമ്മുടെ പ്രതിനിധി പ്രദീപ് കുമാർ ഡൽഹിയിൽ നിന്ന് ചേരും. അതോടൊപ്പം തന്നെ അയോധ്യ എങ്ങനെയാണ് ഈ വിധിയെ സ്വീകരിച്ചിരിക്കുന്നത്, അയോധ്യയിൽ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ 24 സംഘം ഇന്ന് അയോധ്യയിലുണ്ട്. രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി അയോധ്യയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകും. വിധി കൂടുതൽ അടുത്തറിയാം, അതോടൊപ്പം തന്നെ അയോധ്യയിൽ നിന്നുള്ള പ്രതികരണങ്ങളും. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രാക്ക് 1710 മടങ്ങി വരും ഈ വിവരങ്ങളുമായി. ന്യൂസ് ട്രാക്ക് 177 തുടരുന്നു. നമുക്ക് ഇനി ഈ ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധിപ്പകർപ്പിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. 1045 പേജുകളുള്ള വിധിപ്പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അയോധ്യ എങ്ങനെയാണ് ഈ വിധിയെ സ്വീകരിച്ചിരിക്കുന്നത്, അവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന കാര്യങ്ങൾ വിവരിക്കാനായി രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി അയോധ്യയിലുണ്ട്. എനിക്കൊന്ന് പ്രദീപിലേക്ക് പോകാം. മതി അല്ലേ? അതെ അതെ. പ്രദീപ്, വിധിയുടെ പൂർണ്ണരൂപം പുറത്തു വന്നിട്ടുണ്ട്. അതിനോടുള്ള പ്രതികരണങ്ങൾ നമുക്ക് പല മേഖലകളിൽ നിന്നും ഇതിനോടകം ലഭ്യമായിട്ടുമുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? വിധിയിൽ കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വിധിന്യായത്തിലുള്ളത്? വിജയകുമാർ, ഇതിൽ പ്രധാനമായും അതായത് 2 വിധികളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലൊന്ന് 1045 പേജുള്ള വിധിയാണ്. രണ്ടാമത്തെ വിധി എന്ന് പറയുന്നത് 1 പേജാണ്. അത് ഷിയ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിധിപ്പകർപ്പാണ്. ഷിയ വഖഫ് ബോർഡ് പ്രധാനമായും പറഞ്ഞത് ഈ ഒരു സ്ഥലത്ത് തർക്കപ്രദേശത്ത് ഷിയ വഖഫ് ബോർഡും ഒരു അവകാശം ഉന്നയിച്ചിരുന്നു. അവരുടെ ഹർജി തള്ളുന്നതായിട്ടാണ് ഒരു വിധി. മറ്റൊന്ന് പ്രധാന വിധിയാണ്. അത് 1045 പേജുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റുകൾ, ഇപ്പോൾ ഏറ്റവും നമ്മൾ പരിശോധിച്ച് നിന്ന് മനസ്സിലാക്കുന്ന ഒരു പോയിന്റുകൾ, ഇതിൽ 2 കാര്യങ്ങൾ സുപ്രീം കോടതി ഭരണഘടനയുടെ ഒരു പ്രത്യേക അധികാരം, സുപ്രീം കോടതിക്ക് ഭരണഘടന നൽകുന്ന സവിശേഷ അധികാരം ഉപയോഗിച്ചാണ് 2 കാര്യങ്ങൾ സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത് എന്നത് വളരെ കൃത്യമായി തന്നെ ഈ 1045 പേജുള്ള ഈ ഒരു വിധി പ്രസ്താവത്തിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിലൊന്ന്, ബാബറി മസ്ജിദ് പൊളിച്ചതിന് പകരമായി ഒരു പള്ളി അത് അയോധ്യയിൽ തന്നെ നിർമ്മിച്ച് നൽകണം എന്ന് വളരെ കൃത്യമായി ഒരു നിർദ്ദേശം നൽകുന്നത് ആർട്ടിക്കിൾ 142, അതായത് അനുച്ഛേദം 142 വളരെ കൃത്യമായി പ്രയോഗിച്ചുകൊണ്ടാണ്. അതിൽ പ്രധാനമായും പറയുന്നത് 1949 ഡിസംബർ 22 ഈ ബാബറി മസ്ജിദിനുള്ളിൽ കയറി അവിടെ രാമവിഗ്രഹം വച്ചു. അത് ഒട്ടും അത് നിയമവിരുദ്ധമായ ഒരു നടപടിയായിരുന്നു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അനുചിതമായൊരു പ്രവൃത്തിയാണ് ഉണ്ടായത്. കാരണം ഒരു മതസമുദായത്തിൻ്റെ അവിടെ ആരാധനാലയത്തിൽ കയറി അത്തരത്തിലൊരു വിഗ്രഹം വെച്ചത് ഒട്ടും ഉചിതമായ ഒരു നടപടി ആയിരുന്നില്ല. അതുകൊണ്ട് അതിനുശേഷം പിന്നീട് 92 ഡിസംബർ 6 കർസവർ ഈ ബാബറി മസ്ജിദ് പൊളിച്ചു നീക്കുന്ന, അതായത് അതിൻ്റെ മിനാരങ്ങളടക്കം പൊളിച്ചു നീക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ നടപടിയെയും സുപ്രീം കോടതി വിമർശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ബാബറി മസ്ജിദ് ഇങ്ങനെ തകർത്തതിന് ഒരു പരിഹാരമായിട്ടാണ് ഇപ്പോഴൊരു പുതിയ മസ്ജിദ് അത് നിർമ്മിക്കുന്നതിന് വേണ്ടി 5 ഏക്കർ സ്ഥലം അയോധ്യയിൽ തന്നെ നൽകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായും അനുച്ഛേദം 142 പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഇതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം, നിർമോഹി അഖാഡയ്ക്ക് ഈ ഒരു വസ്തുവിൽ അത് ഉടമസ്ഥാവകാശം ഇല്ലെങ്കിൽ പോലും അവരെ
ഈ ഒരു ട്രസ്റ്റിൽ ഈ ഒരു സുപ്രീം കോടതി നിർദ്ദേശിച്ച ആ ഒരു ട്രസ്റ്റിൽ അതിൽ വളരെ അർഹമായ ഒരു പ്രാതിനിധ്യം കൊടുക്കണം എന്ന് പറഞ്ഞത് ഈ ഒരു 142 അനുച്ഛേദം പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റു വിധിയുടെ പ്രസക്ത ഭാഗങ്ങളിൽ തന്നെ ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞു. ശരി പ്രദീപ് പറഞ്ഞതുപോലെ തന്നെ വിധിയുടെ മറ്റ് അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് MP പ്രദീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന് നൽകിയത്. എനിക്ക് തോന്നുന്നു നമുക്ക് അയോധ്യയിലേക്ക് പോകാം. അയോധ്യയിൽ രാധാകൃഷ്ണനുണ്ട്. രാധാകൃഷ്ണൻ, എന്താണ് അയോധ്യയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? വലിയ സുരക്ഷാ വലയത്തിലാണ് അയോധ്യ ആകെ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് ഈ രാധാകൃഷ്ണൻ ഇപ്പോൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ഈ തർക്കപ്രദേശത്തു നിന്നും എത്ര ദൂരം വരെയാണ് മാധ്യമങ്ങളെ അനുവദിച്ചിട്ടുള്ളത്? എന്താണ് അവിടുത്തെ ഒരു പൊതുവായ സാഹചര്യം? തീർച്ചയായിട്ടും വിജയൻ, ഇത് ഈ രാമജന്മഭൂമി എന്ന് പറയുന്ന പ്രദേശത്തേക്ക്, നിലവിലുള്ള തർക്ക പ്രദേശത്തേക്ക് പോകുന്നതിൻ്റെ കവാടമാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ആ ബോർഡുകളിൽ ഹനുമാൻ ഘാട്ടി, കനക് ഭവൻ, രാം ജന്മഭൂമി. ഇവിടെ നിന്ന് ഏതാണ്ട് 400 മീറ്ററുകൾ മാത്രം കഴിഞ്ഞാൽ ഈ തർക്ക ഭൂമിയായി ഇപ്പോൾ താൽക്കാലിക ക്ഷേത്രമുള്ള സ്ഥലം അവിടെയാണ്. ഇവിടെയാണ് ഇപ്പോൾ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ, ഫസ്റ്റ് ലെയർ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രദേശം ഇത് തന്നെയാണ്. ഈ മേഖലയിലേക്ക് അവിടെയുള്ള പ്രദേശവാസികളെ പോലും കടത്തിവിടാത്ത വിധത്തിൽ അവരുടെ ഐഡന്റിറ്റി കാർഡുകൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കടത്തിവിടുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഭക്തരായിട്ടുള്ള നിരവധി ആളുകൾ ഈ ക്ഷേത്ര ദർശനത്തിന്, താൽക്കാലികമായിട്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രം ദർശിക്കാനായിട്ട് എത്തുന്നുണ്ട്. ഇവരെയെല്ലാം വളരെ ശക്തമായിട്ടുള്ള കർശന പരിശോധനകൾക്കും ഐഡന്റിറ്റി കാർഡ് അടക്കമുള്ളവ വാങ്ങിയതിന് ശേഷവും മാത്രമാണ് ഇവരെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നത്. ഇപ്പോൾ അയോധ്യയിലെ സ്ഥിതിഗതികൾ സമാധാനപരമാണ്, ശാന്തമാണ്. പക്ഷേ ഈ സമാധാനപരവും ശാന്തവുമായിട്ടുള്ള സാഹചര്യം എത്ര സമയം തുടരും എന്നതിനെ സംബന്ധിച്ച് പോലീസിന് ഇപ്പോഴും ആശങ്കയുണ്ട്. കാരണം വൈകിട്ടോടുകൂടി, സന്ധ്യയോടുകൂടി ചില ചെറിയ തോതിലുള്ള ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇന്ന് ഏകാദശിയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ദീപാവലി, പരമ്പരാഗത ദീപാവലി എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന ദീപാവലി ആയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് അയോധ്യയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള പടക്കം പൊട്ടിക്കുകയും ദീപങ്ങൾ അലങ്കരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇത് പോലീസ് കാര്യമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമായി മാറുമെന്ന് നിരീക്ഷിച്ചു. തുടർന്നാണ് കൂടുതൽ ജാഗ്രത പാലിക്കാനായിട്ടുള്ള തീരുമാനം വന്നത്. ഇതിന് അനുസരിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഈ വിധത്തിലുള്ള പ്രവർത്തികൾ വിലക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം തൊട്ടടുത്താണ് ഇവിടെ നിന്ന് ഈ ക്ഷേത്രം, താൽക്കാലികമായിട്ടുള്ള ക്ഷേത്രം ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഉന്നതരായിട്ടുള്ള വലിയ ഒരു പോലീസ് വൃന്ദം ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ട്. ഒപ്പം അർദ്ധസൈനിക വിന്യാസവും ഇവിടെ നടന്നിട്ടുണ്ട്. സായുധരായിട്ടുള്ള അർദ്ധസൈനിക വിന്യാസമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഏതായാലും വരുന്ന കുറച്ച് ദിവസങ്ങൾ കൂടി ഈ വിധത്തിലാകും. സുപ്രീം കോടതിയുടെ ഈ ചരിത്രവിധി ആരുടെയെങ്കിലും വിജയമോ പരാജയമോ ആയി കാണേണ്ടതില്ല എന്നാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞത്. അതേ വികാരത്തോടു കൂടി തന്നെയാണോ അയോധ്യയും ഈ വിധിയെ സ്വീകരിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഗോപി, നമുക്ക് അങ്ങനെ തന്നെ കാണേണ്ടി വരും. ബഹുഭൂരിപക്ഷവും ആ വിധത്തിലാണ് കാര്യങ്ങളെ സ്വീകരിച്ചിട്ടുള്ളതും അയോധ്യയിലെ ആളുകളും ആ വിധത്തിലാണ് സ്വീകരിച്ചിട്ടുള്ളതും. ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിധിയുമായി ബന്ധപ്പെട്ട് ആ വിധിക്ക് സമ്മിശ്രമായിട്ടുള്ള വികാരങ്ങൾ ഉള്ളവർ ഉണ്ട് ഈ വിധിയുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ. അത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം വന്നത് ഉചിതമായി എന്നാണ് ഇവിടെയുള്ളവർ കരുതുന്നത്. കാരണം വ്യവഹാര സമ്പ്രദായത്തിൽ ഇങ്ങനെ ഈ വിഷയം കുടുങ്ങിക്കിടന്നാൽ, ഇനിയും പതിറ്റാണ്ടുകൾ കുടുങ്ങിക്കിടന്നാൽ അത് അയോധ്യയെ സംബന്ധിച്ച് അയോധ്യയുടെ വികസനത്തിന് തടസ്സമാകുന്ന ഒരു കാര്യം കൂടിയായി മാറും എന്നുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ ആളുകൾക്ക് ഈ വ്യവഹാരം ഇവിടെ തന്നെ അവസാനിക്കണം എന്ന നിർബന്ധം ഉള്ളത്. സമ്മിശ്രമായിട്ടുള്ള വികാരങ്ങൾ. ഏതായാലും രാധാകൃഷ്ണൻ അവിടെ തുടരുക. നമുക്ക് അടുത്ത ബുള്ളറ്റിനുകളിൽ വീണ്ടും അയോധ്യയിലേക്ക് മടങ്ങി വരാം. അവിടുത്തെ സാഹചര്യങ്ങൾ നമുക്ക് വളരെ സൂക്ഷ്മമായി വിലയിരുത്തുകയും ചെയ്യാം. എന്തായാലും എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ നിന്ന് 24 ആണ് അവിടെ അയോധ്യയിൽ ഈ ദിവസം എത്തിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. മറ്റ് വാർത്താ മാധ്യമങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല. അയോധ്യയിൽ എന്ത് നടക്കുന്നു എന്നത് ഒരു പക്ഷേ നമ്മളായിരിക്കാം കൃത്യമായി അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗോപി, മറ്റൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഇതിനിടയിൽ നമ്മൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കാൻ BJP നേതാവ് ഫഡ്നാവിസിനെ
ഗവർണർ ക്ഷണിച്ചിരിക്കുകയാണ്. ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം അല്ലെ. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കാൻ ദേവേന്ദ്ര ഫട്നാവിസിനെ ക്ഷണിച്ച് ഗവർണർ ഭഗത് സിംഗ് കോശ്യാരി. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലാണ് BJP സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വളരെ വേഗം പോകാം. തിങ്കളാഴ്ച രാത്രി 8 മണിക്കുള്ളിൽ ഫട്നാവിസ് ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് ഇപ്പോൾ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലിജോ വർഗീസ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ലിജോ, എന്താണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? വളരെ നാടകീയമായി ഗവർണർ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. അത് തന്നെയല്ല, ഭൂരിപക്ഷം തെളിയിക്കാൻ ഏതാനും 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ മാത്രമേ ഫട്നാവിസിനുള്ളൂ. എന്താണ് നമുക്ക് മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നുമൊക്കെ ഇക്കാര്യത്തിൽ ലഭിച്ചിരിക്കുന്ന പുതിയ വിവരങ്ങൾ? ഇന്നിപ്പോൾ അയോധ്യ വിധിക്ക് ശേഷം സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ കൂടിക്കാഴ്ചകളോ ഒന്നും തന്നെ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് BJPയെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് മുൻപായി ഭൂരിപക്ഷം തെളിയിക്കണം എന്നുള്ളതാണ് ദേവേന്ദ്ര ഫട്നാവിസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനനുസരിച്ച് ഒരുപക്ഷെ അത്തരത്തിലേക്ക് BJP കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ ശിവസേനയുടെ നേതാവ് സഞ്ജയ് റൌട്ട് പറഞ്ഞത് 2 ദിവസത്തേക്ക് ഇനിയിപ്പോൾ അയോധ്യ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ഒരു തരത്തിലുമുള്ള സർക്കാർ രൂപീകരണ ചർച്ചകളില്ല എന്ന് ശിവസേന വ്യക്തമാക്കിയിരുന്നു. ഒരുപക്ഷെ ഇന്ന് ഇത്തരത്തിൽ അയോധ്യ വിധി വന്നതിന് ശേഷം ഏത് തരത്തിലായിരിക്കും ശിവസേന BJPയോടുള്ള സമീപനത്തിലായിരിക്കും തരത്തിൽ മാറ്റം വരികയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരും ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസും NCPയും ഉൾപ്പെടെയുള്ള നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളുടെ MLA-മാരെ അവർ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും പുതിയൊരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലേക്ക് BJP വന്നിട്ടുണ്ട്. ശരി, ഏതായാലും ഇനിയുള്ള നീക്കങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദേവേന്ദ്ര ഫട്നാവിസിനെ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് തിങ്കളാഴ്ചയാണ്. എന്താണ് BJP കണ്ടെത്തിയിരിക്കുന്ന പോംവഴി, എന്താണ് വഴി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലിജോ വർഗീസ് ഞങ്ങളുടെ പ്രതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് രാജ്യം എങ്ങനെയാണ് ഈ വിധിയെ സ്വീകരിച്ചത്, അതിൻ്റെ വിവിധ വശങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതികരണങ്ങൾ, ഇതാണ് ഇന്ന് പ്രധാനമായും നമ്മൾ ന്യൂസ് ട്രാക്ക് 1/7 നോക്കിയത്. ന്യൂസ് ട്രാക്ക് 1/7 ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രാക്ക് രാത്രി 10 മണിക്ക്.